അപ്പോൾ മൊഡ്യൂൾ 1 ഉറപ്പായിട്ടും 3 മാർക്കിനും അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു തിയറമാണ് വാരഗൻസ് തിയറം. സോ വാരഗൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് എനി ആക്സിസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ മൊമെൻറ്റ് ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ് അബൌട്ട് ദാറ്റ് ആക്സിസ്. ക്ലിയർ? സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളും ക്ലിയറുമാണ്. അപ്പോൾ ഇത്രയുള്ള കാര്യം. ഞാനൊരു ഫോഴ്സ് ഇവിടെ വരയ്ക്കും. ഇവിടെ ഇതൊരു ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് വെച്ച് ഞാൻ വരയ്ക്കുകയാണ്. ഇത് എക്സ് ആക്സ് ആണ്, ഇത് വൈ ആക്സ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലൊരു ഫോഴ്സ് ഉണ്ട്. ദിസ് എ ഫോഴ്സ്. ക്ലിയർ? അപ്പോൾ ഞാനിവിടെ ഒരു പോയിൻ്റ് എടുക്കുകയാണ്. സോ ദിസ് ആ പോയിൻ്റ് ഓ എന്ന് വിചാരിച്ചു. ഒരു 5 മീറ്റർ മുകളിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് കാരണമുള്ള ടോർക്ക് എത്രയാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഞാനിവിടെ ഇതൊരു 30 ഡിഗ്രിയോ അല്ലെങ്കിൽ എളുപ്പത്തിൽ 45 ഡിഗ്രി എടുക്കുന്നത് വെച്ചു. ശരി, അപ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂ F ഈസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ. അപ്പോൾ ഈ പോയിൻ്റ് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് അബൌട്ട് പോയിന്റ് എ ശ്രദ്ധിച്ചോണ്ട്. എ എന്ന് പറയുന്ന പോയിന്റ് അബൌട്ട് മൊമെൻറ്റ് എടുക്കണം. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഫോഴ്സ് ലൈൻ ഓഫ് ആക്ഷൻ. അപ്പോൾ ഞാൻ ഫോഴ്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദൂരം എത്ര ആണോ അതിനെ ഫോഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോർക്ക് കിട്ടും എന്നാണ് ഡെഫിനേഷൻ നമ്മൾ പഠിച്ചേക്കുന്നത്. ശരി, അപ്പോൾ ഇത് 45 ഡിഗ്രിയാണ്, ഇത് 45 ഡിഗ്രി ആയിരിക്കും. സോ ഇവിടെ ഒരു സൈഡ് നമുക്കറിയാം 5 ആണ്. അപ്പം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 45 എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് D ഡിവൈഡ് ബൈ നമുക്ക് 5 കിട്ടണം. ക്ലിയർ? അപ്പോൾ D എന്താണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. 5 ഇൻറ്റു സൈൻ 45ൻ്റെ വാല്യൂ 1/√2 ആണ്. ശരി, അപ്പോൾ D കിട്ടി. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുമ്പോൾ ആൻസർ എത്ര കിട്ടണം? 100 ഇൻറ്റു 5 ഡിവൈഡ് ബൈ √2. ക്ലിയർ? അപ്പോൾ ഇതാണ് അതിൻ്റെ മൊമെൻറ്റ് കിട്ടുക. ശരി, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദിസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ സം ഓഫ് മൊമെൻറ്റ് ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ്സ് അബൌട്ട് ആക്സിസ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് എടുത്തു കഴിഞ്ഞാൽ കമ്പോണൻറ്റ് മേക്ക് ചെയ്യുന്ന മൊമെൻറ്റിന് ഈക്വൽ ആയിരിക്കും, അതിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോഴ്സിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. നമ്മൾ ഇന്നലെ പഠിച്ചു ഫോഴ്സ് റെസൊല്യൂഷൻ മെത്തേഡ്. ഇതിനെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം, വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ടും പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ആംഗിൾ 45 ഡിഗ്രി എടുക്കുന്നുണ്ട്. ഈ കമ്പോണൻറ്റ് നമുക്ക് വേണമെങ്കിൽ F cos 45 എന്ന് എടുക്കാം. ക്ലിയർ? ഈ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് FV എന്ന് പറയുന്നത് F sin 45 വരും. ശരി, അപ്പോൾ നിങ്ങൾ ഓക്കെ F വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് A എന്ന് പറയുന്ന പോയിന്റ് കൂടെ കടന്നു പോവാം. അപ്പോൾ നമുക്ക് എഴുതാം മൊമെൻറ്റ് അബൌട്ട് എ ഡ്യൂ ടു FV വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി 0 വരും. കാര്യം എന്താ? FV പാസിങ് ത്രൂ എ, അതുകൊണ്ട് അയാൾ എടുക്കേണ്ടതാണ് ത്രൂ എ. ഇനി അടുത്ത മൊമെൻറ്റ് അബൌട്ട് എ ഡ്യൂ ടു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ്, അതെന്തോ അതിലൂടെ കടന്നു പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം FH ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ അവിടെ OA ആണ് അല്ലേ. ഇത്രയും ദൂരമുള്ളൂ ഈ ഫോഴ്സിന് ഇത്രയും ദൂരം നമുക്കുണ്ട് ഇതിലേക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് F cos 45, Fൻ്റെ വാല്യൂ 100 ആണ്, cos 45ൻ്റെ വാല്യൂ 1/√2 ആണ്. അതേപോലെ OA എന്ന് പറഞ്ഞിട്ട് ദൂരം 5 മീറ്റർ തന്നിട്ടുണ്ട്, 5 മീറ്റർ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 500 ഡിവൈഡ് ബൈ √2 തന്നെ ആൻസർ വരും, ന്യൂട്ടൺ മീറ്റർ. ഇവിടെയും അത് തന്നെ വരും. അപ്പോൾ കാര്യം വ്യക്തമായല്ലോ. ഫോഴ്സ് F കാരണമുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് കാരണം ആ പോയിൻ്റ് അബൌട്ട് ഉണ്ടാകുന്ന മൊമെൻറ്റിനും സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? സോ ദാറ്റ്സ് എ വാരഗൻസ് തിയറം, വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപക്ഷേ പ്രൂഫിന് 7 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും 3 മാർക്കിനും ഉണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ കാര്യം പഠിച്ചു വെച്ചേക്കാം, ഉറപ്പായിട്ടും ഷുവർ ഷോട്ടാണ്.